രാജീവ് ചന്ദ്രശേഖർ തുറക്കുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. തുടക്കം മുതൽ പോസ്റ്റൽ ബാലറ്റ് എപ്പോ എണ്ണി തുടങ്ങിയോ ആ ഘട്ടം മുതൽ മുന്നിൽ നിൽക്കുകയാണ്. ദേ ഈ കാണുന്ന NDAയുടെ രാജീവ് ചന്ദ്രശേഖർ രാജീവം വിരിയുന്നു എന്ന് തന്നെ ചോദിക്കേണ്ടി വരും, പറയേണ്ടി വരും. NDA അക്കൗണ്ട് തുറക്കുന്നു. എന്താണ് നിയമത്തിൽ നിന്നുള്ള വിവരങ്ങൾ? നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ 5ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 4324 വ്യക്തമായ ഭൂരിപക്ഷം ലീഡ് രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ശിവൻകുട്ടിക്ക് ജയിക്കണമെങ്കിൽ അങ്ങനെ സാധ്യത പറയണമെങ്കിൽ ഒരു 2000 വോട്ടാണ് 5ാം റൗണ്ടിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ അതിന്റെ ഇരട്ടി വോട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ പോയിരിക്കുന്നു. ഇനി എണ്ണാൻ പോകുന്ന 6ഉം 7ഉം റൗണ്ടുകളിലും രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാകും മുൻതൂക്കം ഉണ്ടാവുക. അതിനുശേഷം കളിപ്പാങ്കുളം, പുത്തമ്പള്ളി ഉൾപ്പെടെ അമ്പലത്തറ ഉൾപ്പെടെയുള്ള കമലേശ്വരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ ഈ ലീഡ് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞും എന്നതല്ലാതെ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് ശിവൻകുട്ടിക്ക് ഇനി കടക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതായാലും നേമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കുന്നു. ശിവൻകുട്ടി പറഞ്ഞ ഡബിൾ ലോക്കിട്ട് പൂട്ടും എന്ന് പറഞ്ഞ നേമത്ത് ആ ഇരട്ട താഴ് തുറന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയ പൂട്ട് ഇതാ രാജീവ് ചന്ദ്രശേഖർ തൂക്കിയിരിക്കുന്നു, തുറക്കുന്നു എന്ന് വേണം പറയാൻ. 2016-ൽ O രാജഗോപാൽ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചുവെങ്കിലും V ശിവൻകുട്ടി പൂട്ടിച്ചു. അതേ അക്കൗണ്ട് വീണ്ടും തുറക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് 4323 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്. BJPക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് നേമം. നമുക്ക് അറിയാവുന്ന പോലെ 17 പഞ്ചായത്തുകൾ നേമത്ത് ഉണ്ട് BJPക്ക് അനുകൂലമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെ ഒരിടത്ത് രാജീവ് ചന്ദ്രശേഖർ തുടക്കത്തിലെ സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാകട്ടെ ഒക്കെയും വരുന്നതിന് മുൻപ് തന്നെ നേമത്ത് ഇത്തവണ ഞാൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പ്രവർത്തിച്ചയാളാണ് നേമത്തിന്റെ സ്വന്തം. അതേപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വിജയത്തിലേക്ക് പോകുന്നു. അത് BJP സംബന്ധിച്ച് ഏറെ നേട്ടമാണ്, വലിയ നേട്ടമാണ്. 3ഇടത്ത് ഇപ്പോൾ നിലവിൽ BJP ലീഡ് ചെയ്തിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനും കാസർഗോഡ് ML അശ്വിനി. LDFന്റെ ലീഡ് 20,000 കടന്നിരിക്കുന്നു. 20,000 കടന്നുകൊണ്ട് അവിടെ വലിയ ഒരു മുന്നേറ്റം LDF നടത്തുന്ന ഏറ്റവും